ജനറൽ കൗൺസിലർ ഓഫ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സിസ്റ്റർ ലിൻഡ ഫ്രാൻസിസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ നമസ്കാരം. സിസ്റ്റർ, ആശങ്കയുണ്ടോ സിസ്റ്റർ? നമസ്കാരം. തീർച്ചയായും ആശങ്കയുണ്ട്. മാനവ സേവയ്ക്കും സാമൂഹ്യ സേവനത്തിനും സ്വയം സമർപ്പിച്ച ഞങ്ങളുടെ സഹോദരിമാരായ സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും മതപരിവർത്തനം മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്ന സത്യവിരുദ്ധമായ പരാതിയെ തുടർന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ ഖേദകരമാണ്, അപലപനീയമാണ്. മാനവ സേവന പ്രവർത്തനങ്ങളെ വർഗീയ കണ്ണിലൂടെ നോക്കുന്ന സമീപനമാണിത്. സിസ്റ്റർ, കേരളത്തിന് പുറത്ത് വലിയ അരക്ഷിതാവസ്ഥയാണ് എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ടോ ഈ അറസ്റ്റിലൂടെ? തീർച്ചയായും. ഇപ്പോൾ ചില വൈദികരൊക്കെ പറയുന്ന കേട്ടു, ഞങ്ങൾക്ക് തന്നെ ലൈവിൽ ചില ആളുകൾ പറഞ്ഞു, വസ്ത്രമിട്ട് പോലും ചില ഒഡീഷയിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും പുറത്തിറങ്ങി നടക്കുന്നതിലൊരു ഭയമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ബജരംഗദൾ പ്രവർത്തകരൊക്കെ വന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ, പോലീസ് ചോദിക്കുന്ന പോലെയാ, എവിടെ ആധാർ, എവിടെ സമ്മതപത്രം, ഇതൊക്കെ ചോദിക്കാൻ ഇവരാരാണ്? നമ്മളും അവരെപ്പോലെയുള്ള പൗരന്മാരല്ലേ? നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കാനുള്ള അവകാശമില്ലേ? ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമില്ലേ? അതും 19 വയസ്സ് പൂർത്തിയായ കുട്ടികളാണ് ഈ യാത്ര ചെയ്യുന്നത്. അവരെ വന്ന് ഇതേപോലെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുന്നു എന്നുള്ളത് വല്ലാതെ ഭയപ്പെടുത്തുകയല്ലേ സിസ്റ്റർ? തീർച്ചയായും. We have the right to practice all. Being an Indian citizen, we have got the right to practice. Why we have got all these problems and difficulties? Right. ഈ വേഷമിട്ട് പുറത്തു പോരുന്നതിന്, പ്രത്യേകിച്ച് വൈദിക വേഷമിട്ട് പുറത്തു പോകുന്നതിന്, കന്യാസ്ത്രീ വേഷമിട്ട് പുറത്തു പോകുമ്പോൾ, ഇത്തരം ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭയമോ ആശങ്കയോ ഒക്കെ തോന്നാറുണ്ടോ സിസ്റ്റർ? പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട്. നമ്മുടേതായ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നില്ല. Being a religious, we have got our own traditions, our own religious dress. Why we don't have the freedom to wear and to go and do the witness throughout the world? Why we are getting all these disturbances? ഓക്കെ, അതൊരു വലിയ പ്രധാനപ്പെട്ട കൺസേൺ ആണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മളുടെ പൗരാവകാശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നൊരു ഭീതിയാണ് അല്ലേ സിസ്റ്റർ? അതെ, തീർച്ചയായും. പൗരാവകാശങ്ങൾ നമ്മൾക്ക് നിഷേധിക്കപ്പെടുന്നു. അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങൾ പോലും, അതായത് ഇപ്പോൾ മത പ്രചരണം നടത്താൻ, മതത്തിൽ വിശ്വസിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം എന്താണെന്ന് വെച്ചാൽ, നിർബന്ധിത മതപരിവർത്തനം നടത്തി, മനുഷ്യക്കടത്ത് എന്നിവയാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ FIR-ൻ്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 35 വർഷമായിട്ട് കുഷ്ഠരോഗ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെയാണ് ഗുരുതരമായ വകുപ്പുകൾ ചേർത്തിപ്പോൾ ജയിലിനുള്ളിലിട്ടിരിക്കുന്നത്. സ്റ്റാൻസാമി ജയിലടച്ചത് നമ്മൾ കണ്ടതല്ലേ സിസ്റ്റർ? ഇത് എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാൻ കഴിയുക? ഇപ്പം മതപരിവർത്തനം എന്താണ് അവർ പറയുന്നത്? എവിടെ പോയാലും ഇതേപോലെ വൈദികരെ കണ്ടാലും കന്യാസ്ത്രീകളെ കണ്ടാലും ഉടനെ പറയും മതപരിവർത്തനത്തിൻ്റെ ഏജന്റുമാരാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മതപരിവർത്തനമാണോ നടത്തുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ മതപരിവർത്തനമല്ല നടത്തുന്നത്. ഇപ്പോൾ കുറ്റം ആരോപിച്ചിരിക്കുന്നതും മതപരിവർത്തനം മനുഷ്യക്കെടുത്തുന്ന സത്യവിരുദ്ധമായ കാര്യമാണ്. വി നെവർ ഡു ദാറ്റ്. സന്യസ്തർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഈ അതിക്രമങ്ങൾ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ സിസ്റ്റർ, അത് ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ അതിനകത്തൊരു മൊഴി നിർബന്ധിച്ച് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കുറച്ച് കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. 4500-ലധികം അതിക്രമങ്ങളാണ് ക്രിസ്തീയ സമുദായത്തിന് നേരെ, അവരുടെ മിഷണറിമാർക്ക് നേരെ, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ, വ്യക്തികൾക്ക് നേരെ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു വർധനമാണ് സിസ്റ്റർ. സിസ്റ്റർ തുടരണം, ഒരു നിമിഷം. ഞാനൊന്ന് എനിക്ക് തോന്നുന്നു സിസ്റ്റർ എനിക്കറിയാം കാര്യം, ഈ രണ്ട് സിസ്റ്റർമാരെ സിസ്റ്റർ നേരിട്ട് അറിയാമല്ലോ അല്ലേ? സിസ്റ്റർ പ്രീതിയെയും ഈ സിസ്റ്റർ വന്ദനയും. തീർച്ചയായും. യെസ്, ഷുവർ. ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ 2 സിസ്റ്റർമാർക്കും?
2 ദിവസമായിട്ട് തീർച്ചയായിട്ടും അവർ മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ ചെയ്തിരിക്കുന്ന കുറ്റത്തിനല്ലല്ലോ അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൽ ഏറ്റവും നിരാലംബരായ മനുഷ്യർക്കൊപ്പം സഞ്ചരിച്ച 2 കന്യാസ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ആ മൊഴി മാറ്റിയ സാഹചര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത അത് 50% മാത്രമാണ്. കിട്ടിയില്ലെങ്കിൽ സ്റ്റാൻ സ്വാമിയുടെ ഒരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് സിസ്റ്റർ. ജാമ്യ അപേക്ഷ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം. ദൈവം തീർച്ചയായും ഇതിൽ ഇടപെടും, ജാമ്യാപേക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ വരുത്തുന്നത്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൽ സംശയമൊന്നുമില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതിനകത്തൊരു മൊഴി ഇപ്പോൾ നമ്മൾ ദൈവം തീർച്ചയായും ഇടപെടും. അതെ, അല്ല അതിനകത്തൊരു മൊഴി ഇപ്പോഴും കുരുക്കായിട്ട് കിടപ്പുണ്ട്. അതിൽ ഒരു മൊഴി ഈ ഒരു കുട്ടി മാറ്റിയിട്ടുണ്ട്. ഇവരുടെ നിർബന്ധത്തെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയാണ് മാറ്റിയിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും അധികം 30-35 വർഷം വളരെ നിസ്വാർത്ഥമായിട്ട് സേവനം നടത്തിയവരാണല്ലോ ഇവരിൽ ഈ പിടിച്ചുകൊണ്ട് പോയ ആളുകളോ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തവരോ ഒന്നും ഇവരുടെ ഒന്നും സങ്കടങ്ങൾ കാണുകയോ കണ്ണീരൊപ്പുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവർക്കാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് സിസ്റ്റർ. യെസ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ദൈവം കാണുന്നുണ്ടെല്ലാം. കാണുന്ന ദൈവം അതിന് പ്രതിവിധി നൽകും, അത് തീർച്ചയാണ്.